വെൽക്കം ബാക്ക്, മീ അൻഷു. അപ്പം നമ്മളെ CPM-ൻ്റെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു പൊളിയൊക്കെ പൊളിച്ചിവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ CPM ഒക്കെ കളിച്ച് ബോറടിച്ചപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. വീട്ടിലിങ്ങനെ കാഴ്ചകളൊക്കെ കാണാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് അതിന് മുന്നേ സിറ്റി വരെ ഒന്ന് പോകണം ഗൈസ്. അതാണ്ടാ നല്ല സ്നോയാണെന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ ഗെയിം റൂം ഇവിടെയാണ് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഡോറൊക്കെ ഒന്ന് അടിച്ചേക്കാം. ഡോറൊക്കെ ഒന്ന് അടിക്കരുത് ഗൈസ്. ഇതടിക്കാതെ സുഖം ഗൈസ്. ഞാൻ ഇവിടെ നിന്നാണ് CPM-ഉം ബസ് സിമുലേറ്ററൊക്കെ കളിക്കുന്നതായിട്ട് ഗൈസ്. ഇനി എന്തായിക്കോട്ടെ. നമ്മൾ ഗെയിമിംഗ് റൂം ഇതാണ്. ഗെയിമിങ് ചെയറൊക്കെ ഉണ്ട്. എനിക്കിതൊരു 5 ലക്ഷത്തിന് കിട്ടിയ വീടാണ് ഗൈസ്. 5 ലക്ഷത്തിന് ഇത് വെറുത്താണെന്ന് പറയും ഗൈസ്. അത്രക്കും അടിപൊളി വീടാണ്. പക്ഷെ ഇവിടെ 5 ലക്ഷത്തിന് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നല്ല സ്നോയാണ് ഗൈസ്. അതുകൊണ്ടാണ് രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോകും. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് ദിവസമായിട്ട് ദുബായിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നാണ് നമ്മളെ സിറ്റിയിലേക്ക്. അപ്പോൾ ഏതായാലും നമുക്കൊരു ചായ അങ്ങോട്ട് കുടിക്കുക. കുടിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് MVD നമ്മളെ ഫോണിലേക്ക് വിളിച്ചത്. ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരാൻ പോലും. പിന്നെ MVDക്ക് കാര്യങ്ങളായിട്ട് കുറേ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ LCൻ്റെ കേസാണെന്നാണ് പറഞ്ഞത്. സംഭവം നമുക്ക് നല്ല മോഡിഫൈഡ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ കിട്ടിയാണ് ഗൈസ്. അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ LC ഇവിടെ ഇല്ല. അതുകൊണ്ട് LC എടുത്ത് പോകാൻ കഴിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇവനെ എടുത്ത് പോവാം. പിന്നെ നമ്മൾ പുതിയതായിട്ട് എടുത്ത ഒരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഗോൾഫ് GT. കിടില സാധനം കേട്ടോ. ഇതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഗൈസ്. കയറി കാണിച്ചു തരാം. എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കിയേക്കാം. ആ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഞാൻ സൗണ്ട് കേൾപ്പിച്ചുതരാം. കേട്ട സൗണ്ട് കിട്ടില്ല സൗണ്ടാണ് ഗൈസ്. ഒന്നും പറയാനില്ല. കിട്ടില്ല പറഞ്ഞാൽ കിട്ടില്ല സൗണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ബേക്കടിച്ച് പോവാണ് എൻ്റെ പണി. ഡോറൊന്ന് അടിച്ചിട്ട് പോകാം കേട്ടോ ഗൈസ്. ഏതായാലും നമ്മൾ സിറ്റി കൊണ്ട് പോകാൻ നിൽക്കുകയായിരുന്നു. LC എടുത്ത് പോകാനായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിന്. അപ്പോൾ LC എടുത്ത് പോയാൽ പറ്റൂല ഗൈസ്. അതുകൊണ്ടാണ് LC എടുക്കാനേ. ഏതായാലും ഗോൾഫ് ഉണ്ടല്ലോ, ഗോൾഫ് തന്നെ എടുത്ത് പോകാൻ വിചാരിച്ച്. പിന്നെ നമുക്ക് സിറ്റി എത്തിയിട്ട് കാണാം. സിറ്റി വന്ന് ഫുള്ള് സ്നോ ആണ് കേട്ടോ ഗൈസ്. കാരണം ഇപ്പോൾ ക്രിസ്മസ് അല്ല ഗൈസ്, അതിൻ്റെ സ്നോ എല്ലാമാണ്. അപ്പോൾ ഏതായാലും വണ്ടിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നമ്മളിതിൽ V12 എൻജിനായിരുന്നു ഇതിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പം പോലീസ് സ്റ്റേഷനിലല്ല നമ്മളെന്ത് എങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നത്. നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ഗൈസ്. രാവിലെയായിട്ടൊന്നും കഴിച്ചില്ല. അപ്പം ഇവിടെ കയറി എന്തെങ്കിലുമൊക്കെ ഒരു കഴിച്ചിട്ട് പോവാം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഗൈസ് എൻ്റെ മുടിയുണ്ടോ ഗൈസ്? ഇതാ മറ്റേ ഇത് നോക്കി സ്പ്രേ ചെയ്ത് കേൾക്കും. അല്ല ചേച്ചി, എങ്ങനെയുണ്ട് കടയൊക്കെ പോകണ്ടോ? ഓ നല്ല കച്ചവടമാണ് സാറേ. ആണോ? എന്നാൽ എനിക്കൊരു ബർഗർ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്താ. നല്ല ഇതിലാണ് പോണേ. സാറിന് എന്താ ബർഗറല്ലേ? അതിപ്പോൾ കൊണ്ടുവന്നേരാം. സാറ് ആ വീട്ടിൽ ആ ചെയറിലൊന്ന് പോയിരുന്നാൽ മതിട്ടോ. നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബർഗറൊക്കെയാണ്. നമ്മളെ ഷോപ്പ് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ ഷോപ്പിൽ ഇത്ര ചായയൊക്കെ കിട്ടി. അടിപൊളിയാണ് ഗൈസ്. എന്തായാലും ഇനി നമുക്ക് നേരെ ഇവിടുന്ന് വിടാം. ഇനി ഇവിടെയൊക്കെ നല്ല മോനെ ഇത് കണ്ടോ ഗൈസ്. ഇവിടെ നിൽക്കുന്ന എല്ലാ കാർസിലും മഞ്ഞാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മളെ സ്റ്റാഫിനെ വിളിച്ചൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് അവരോട് വല വിട്ടാൽ മതി എന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നു. അത് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോയി കാലും കൈയും പിടിച്ച് എങ്ങനെയെങ്കിലും പറയാം ഗൈസ്.
അങ്ങനെ LC ആണ് പിടിച്ചത്. MVD പോലീസൊക്കെ ഉണ്ട് കേസ്. MVD ഇവിടെ ഇല്ല. MVD ഏതൊക്കെ വരാമല്ലോ കേസ്. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി നിർത്താം. ഇവിടെ നിർത്തണ്ട കേസ്. ഇനി ഇതിൻ്റെ വലിയ കേസാക്കണ്ട. ഒന്നാമത് ഇതിന് കുറച്ച് ചെറിയ മോഡിഫൈഡൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൊക്കാണ്, കയ്യോടെ പൊക്കും. അതുകൊണ്ട് ഇവിടെ വെക്കണ്ട. ബാക്കിൽ എവിടെയെങ്കിലൊക്കെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വെക്കാട്ടോ കേസ്. ഒരു വണ്ടി ഇവിടെ വെക്കുന്ന അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നത് കേസ്. ഇവിടെ എവിടെയെങ്കിലും വെക്കാം കേസ്. അതല്ല, നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു വെക്കണം കേസ്. നമ്മളെ പോലീസിന് പോരാൻ പറ്റിയ ഒരു വണ്ടി ഇല്ല കേട്ടോ കേസ്. പറയുകയാണെങ്കിൽ ആകെ ഒരു ഗോൾഫാണ് അടുത്തോട്ട് പോകുന്നത് കേസ്. ഗോൾഫൊക്കെ പോയി. ഇനി LC ആണ് നമ്മളെ ഐഡൻറ്റിറ്റി കാർഡാണ്. അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് പോയാന്ന് പറയുമ്പോൾ വല്ലാത്ത തന്നെയാണ് കേസ്. ഏതായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിട്ട് പോവാം. എന്നിട്ട് എന്താണ് കേസ് എന്നൊക്കെ ചോദിച്ചിട്ട് റെഡിയാക്കി എടുക്കണം കേസ്. അപ്പം കാലും കൈയും പിടിച്ചാണ് കേസ്. എന്താന്ന് പ്രശ്നമൊന്നും അറിയില്ല. കൈയും പിടിച്ചാണെങ്കിൽ നമുക്ക് കേസൊന്ന് ഡീറ്റെയിൽ ചെയ്ത് പോരണം കേസ്. മഞ്ഞുള്ളതുകൊണ്ട് ഇവിടെ ഡോറൊക്കെ അടിച്ചാണ് ഇടുന്നത് കേട്ടോ കേസ്. ഇവിടെ ഒരാളും കാണില്ലല്ലോ. അപ്പോൾ ഏതാ നമുക്കൊന്ന് കേസൊന്ന് ഫയൽ ചെയ്തിട്ട് വരാം. MVDനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ MVD നമ്മളോട് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല എന്നാണ്. പിന്നെ നമ്മൾ കുറേ കാലമൊക്കെ പിടിച്ചുകൊണ്ട് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു കേസ്. ഞാൻ പറയാം. ആദ്യം നമുക്ക് അവിടെ നിന്ന് പോകണം. ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട് നമ്മളെ LCൻ്റെ. പിന്നെ അതിലങ്ങനെ പോരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി നമ്മളെ ജോനെ വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ട കാര്യം നമുക്ക് പറയാം. നമുക്ക് ഇവിടുന്ന് പോകണം കേസ്. സംഭവം വേറെ എന്തല്ല, നമുക്ക് കുറേ കാലം കയ്യും പിടിച്ചുകൊണ്ട് പിന്നെ നമ്മൾ കുറേ സഹായമൊക്കെ ചെയ്ത് കൊടുത്താണ് ഇവിടെ. എന്തൊക്കെയോ ചില എനിമീസിനൊക്കെ പിടിച്ചു കൊടുത്താണ് നമ്മളാണ് കേട്ടോ കേസ്. ഇങ്ങനെ ചെറിയ പോലീസൊക്കെ ആയിട്ട് നിന്നീനി നമ്മളിവിടെ. അതുകൊണ്ടല്ലേ ഗവൺമെൻറ്റിനെ എങ്ങനെ മോഡിഫൈ ചെയ്താലും വണ്ടി പൊക്കില്ല എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ഓഫർ വണ്ടിയാണ് കേസ് അത്. അതുകൊണ്ട് തന്നെ അത് പൊക്കന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ വേറെ എന്തല്ല കേസ്, വണ്ടി സ്റ്റിക്കർ മാത്രം ഊരാം, ബാക്കി ബോഡിയൊക്കെ അവിടെ കടന്നോട്ടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റിക്കർ വണ്ടിമേ വെക്കിയതെന്നാണ് പറഞ്ഞത്. ബോഡി നല്ല ഊരൊന്നും വേണ്ട, സ്റ്റിക്കർ പറിച്ച് കളയണമെന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മൾ വർക്ക്ഷോപ്പിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മെക്കാനിക്ക് മിക്കവാറും സ്റ്റിക്കർ ഊരാൻ ചാൻസ് ഉണ്ട് കേസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മൾ വർക്ക്ഷോപ്പിലും പോയിട്ട് വരാം. ട്രോപ്പിക്കലാണ് വന്നത്. ട്രോപ്പിക്കലാണ് മണ്ണൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ പരിപാടി നമ്മളെ വണ്ടീൻ്റെ സർവീസൊക്കെ ഇപ്പോഴാണ് ഉണ്ടാവുക. അപ്പം ഇവരാണ് നമ്മളായിട്ട് നല്ല കമ്പനിയിലെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെയാണ് വർക്കിങ്. കാരണം അവിടെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇത് LCൻ്റെ സ്റ്റിക്കറൊന്നും ഇതുവരെ പറിച്ചില്ല. നമ്മൾ വന്നിട്ട് പറിക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ LCൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. ഇനി ഒരു മിനിറ്റ് കൂടി ഉള്ളു LC പറിക്കാൻ. ഈ ഒരു ലുക്കിൽ ഇനി ഇവൻ കാണില്ല ഗൈസ്. ഇനി അവസാനത്തെ കാഴ്ചയാണ് ഇവൻ്റെ ഈ ലുക്കിൽ. നമ്മൾ സ്റ്റിക്കർ പറിക്കാൻ പോവാണ്. പറിച്ചിട്ട് കാണാം. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഗൈസ്. അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു വണ്ടിയിൽ സ്റ്റിക്കറിൽ വർക്ക് ചെയ്ത് ഇറക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗോൾഫ് ഏതായാലും ചെറിയ സ്റ്റോക്ക് സ്റ്റിക്കറിൽ നടക്കുകയാണ്. അപ്പം ഗോൾഫിൽ വർക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിക്ക് സ്റ്റിക്കർ പറിച്ചിട്ട് കാണാം. സ്റ്റിക്കറൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഏതായാലും ഈ ഒരു വർക്കിൽ കിട്ടുകയാണ്. ഒരു ബോഡി വർക്കൊന്നും പോക്കാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്കിയില്ല ഗൈസ്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.